Hello everyone, this is your only buddy. Welcome back to my YouTube channel. Guys, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ലെഗ് വർക്കൗട്ട് ആണ്. So without wasting our time, let's get started. Guys, വർക്കൗട്ടിലേക്ക് കടക്കുന്നതിന് മുന്നേ വാർമപ്പ് ചെയ്യാം. അതിനുശേഷം വർക്കൗട്ടിലേക്ക് കടക്കാം. ഗൈസ്, നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് സ്ക്വാട്സ് ആണ്. സോ ഇതെങ്ങനെ പെർഫോം ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഗൈസ്, നമ്മുടെ സ്ക്വാട്സ് ഞാൻ നോർമലി വീട്ടിൽ നിന്ന് ചെയ്യുന്നത് ഈ ഒരു ബാഗ് വേസ്റ്റ് ആണ്. ഇതിൽ കുറച്ച് ബുക്സ് ഒക്കെ ആഡ് ചെയ്യാം, കുറച്ച് വെയിറ്റ് ഒക്കെ ആഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നിങ്ങൾ ജിമ്മിലൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മൾ വെയിറ്റ്സ് വെക്കും, അതിന് പകരമാണ് ഞാൻ ബാഗ് വെച്ചിട്ട് ചെയ്യുന്നത്. സോ ഇതിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളധികം വൈഡായിട്ട് വെക്കാൻ പാടില്ല, അധികം ക്ലോസ് ആയിട്ട് വെക്കാൻ പാടില്ല. ഇവിടെ നോർമലി ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, നമ്മുടെ ബോഡിയിലെ ഒരു റേഷ്യോയിലൊരു ഡിസ്റ്റൻസ്, അതിൽ വെക്കുക. അതിന് ശേഷം സ്ക്വാട്സ് പെർഫോം ചെയ്യാം. ഫുൾ കംപ്ലീറ്റ് ആയിട്ട് താഴോട്ട് പോകണം, കംപ്ലീറ്റ് ആയിട്ട് മേലോട്ടേക്ക് വരണം. ഗൈസ്, ഇപ്പം നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ഈ ഒരു വെയിറ്റ് ഉപയോഗമാണെന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി വെയിറ്റിൽ തന്നെ ചെയ്യാവുന്നതാണ് ഈ ഒരു വർക്കൗട്ട്. പിന്നെ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചറപറ എടുത്ത് തീർക്കരുത്. അതായത് 30, 40, 50 ഒന്നും എടുത്ത് തീർക്കരുത്. ഓരോ സെറ്റ് ഓരോ ഇതിൽ, അതായത് ഓരോ റെപ്പിറ്റേഷൻസിൽ ഓരോ ഇത് സെറ്റ് ചെയ്യാം. ഒരു സെറ്റിൽ 20 or 30 സെറ്റ് ചെയ്യാം. അതിനുശേഷം 4 സെറ്റോളം ചെയ്യാം. ഞാനിതിൻ്റെ 40 റെപ്പിറ്റേഷൻസ് ആണ് ചെയ്യുന്നത്. 40 റെപ്പിറ്റേഷൻസ് 4 സെറ്റാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് സ്റ്റാമിനയ്ക്ക് അനുസരിച്ച് റെപ്പിറ്റേഷൻ സെറ്റ് ചെയ്യാം. ഗൈസ്, നമ്മുടെ സെക്കൻഡ് വർക്കൗട്ട് എന്ന് പറയുന്നത് വൈഡ് ഗ്രിപ്പ് സ്ക്വാട്സ് ആണ്. സോ ഇതെങ്ങനെ പെർഫോം ആയിട്ട് നമുക്ക് നോക്കാം. ഗൈസ്, ഈ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ നമ്മുടെ പൊസിഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് വൈഡായിട്ടാണ് നമ്മൾ ലെഗ്സ് പ്ലേസ് ചെയ്യേണ്ടത്. ഈ ഒരു വർക്കൗട്ട് നമ്മളെ ഇവിടെ, അതായത് ഈ ഒരു വർക്കൗട്ടിൽ എവിടെയൊക്കെ നമ്മൾ എഫക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹാംസ്ട്രിങ്സ്, ഇത് ബാക്ക് പുഷ്, പിന്നെ നമ്മുടെ ഗ്ലൂട്ട്സ്, ഈ 2 മസിൽസിലാണ് ഇത് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. സോ ഇതെങ്ങനെ പെർഫോം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോർമലി നേരത്തെ കാണിച്ചത് സ്ക്വാട്സ് തന്നെയാണ്, പക്ഷേ ഇവിടെ വൈഡായിട്ട് കാല് വെക്കുക. അതിനുശേഷം സ്ക്വാട്സ് പെർഫോം ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇതാണ് ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ കാണുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് താഴോട്ട് പോകാം. അതായത് ഇത്ര പോകരുത്, ഇങ്ങനെയൊക്കെ പോയിട്ട് കാര്യമില്ല. കംപ്ലീറ്റ് ആയിട്ട് താഴോട്ട് പോകാം, പിന്നെ വേണ്ടിയില്ല, ഫുള്ളായിട്ട് ചെയ്യാം, എന്നാലേ കാര്യമില്ല. ഗൈസ്, നമ്മുടെ തേർഡ് വർക്കൗട്ട് എന്ന് പറയുന്നത് വെയിറ്റഡ് ലഞ്ചസ് ആണ്. സോ ഇതെങ്ങനെ പെർഫോം ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഗൈസ്, നമ്മൾ ലഞ്ചസ് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോർമലി കുറച്ചും ലാസ്റ്റ് സെറ്റൊക്കെ പെർഫോം ചെയ്യുന്നത് ഒരു ടേബിളിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ്. സോ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വർക്കൗട്ട്. അതായത് ഇതിൽ നമ്മളൊരു കാല് ടേബിളിൻ്റെ മേലെ വെക്കുക, അതിനുശേഷം ഒരു കാല് തറയിലിട്ട് വർക്കൗട്ട് പെർഫോം ചെയ്യാം. ഇതേ വർക്കൗട്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു വർക്കൗട്ടിൽ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളിതിൻ്റെ കൂടെ കുറച്ച് ജമ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു എഫക്റ്റ് നിങ്ങളുടെ തൈസിലുണ്ടാവും. ഈ ക്വാഡ്രിസെപ്സ്,
യുവർ പോർഷൻ നല്ല രീതിയിലൊന്ന് പമ്പായി കിട്ടും. ഗൈസ്, നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് നോർഡിക് കേൾ ആണ്. അതായത് നമ്മുടെ ലെഗ്സിൻ്റെ ബാക്ക് പോർഷനാണ് ഈ ഒരു വർക്കൗട്ട് എന്നത്. ഇതെങ്ങനെ പെർഫോം വേണ്ടി നമുക്ക് നോക്കാം. ഗൈസ്, ഈ ഒരു വർക്കൗട്ടിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ എനിക്ക് സപ്പോർട്ടായിട്ട് സോ ഈ ഒരു വർക്കൗട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ ആദ്യം നമ്മളുടെ കാല് ഇതുപോലെ ഒരു ടേബിളിൻ്റെ അടുത്തേക്ക് സപ്പോർട്ടേക്ക് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അടിയിൽ എന്തെങ്കിലും, അതായത് എന്തെങ്കിലും കുഷനോ അങ്ങനെ എന്തെങ്കിലും വെക്കാൻ പറ്റുന്നത് അത്രയും നല്ലതാണ്. ബിക്കോസ് മുട്ടിന് നല്ലൊരു പെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈ ഒരു വർക്കൗട്ട് ചെയ്തതിന് ശേഷം. സോ ഇത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു പോർഷൻ വെച്ചിട്ടായിരിക്കണം നമ്മൾ മേലോട്ടേക്ക് പൊങ്ങേണ്ടത്. ചെറുങ്ങനെ എത്ര നമുക്ക് മെല്ലനെ താഴോട്ട് പോകാൻ പറ്റും അത്രയും മെല്ലനെ നമ്മൾ താഴോട്ടേക്ക് പോകാം. ഇതാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ഇതിൽ അപ്പർ ബോഡി പാർട്ട് എത്ര മിനിമം ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അത്രയും മിനിമം ആയിട്ട് ഉപയോഗിക്കാം. എത്ര എഫക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും അത്രയും, അതായത് അത്രയും ടെൻഷൻ ഇവിടെ കൊടുക്കാം. എത്രയും സ്ട്രെങ്ത് നിങ്ങൾക്ക് എവിടെ നിന്ന് ഉപയോഗിക്കാൻ പറ്റും അത്രയും സ്ട്രെങ്ത് ഉപയോഗിക്കാം. ഇതാണ് നമ്മുടെ വർക്കൗട്ട്. ഗൈസ്, ഞാൻ നോർമലി എൻ്റെ സ്ക്വാട്ട്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ചെയ്യല്. അതായത് നിങ്ങൾ വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്ത് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വേരിയേഷൻ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. അതായത് ബാഗ് എടുക്കുക, ഇതിനെ സപ്പോർട്ടായിട്ട് വെക്കാം. ഇതാണ് 1 2 3 4 5 6 7. ഇതുപോലെ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. ബിഗിനേഴ്സ് ആണെങ്കിൽ നേരത്തെ കാണിച്ച പോലെ തന്നെ ഓരോ എക്സസൈസ് ആയിട്ട് ചെയ്യാം. കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഈ കാണിച്ച 2-3 എക്സസൈസ് ഒക്കെ നിങ്ങൾക്ക് കമ്പൈൻ ചെയ്തിട്ട് ചെയ്ത് നോക്കാം. ഗൈസ്, ഈ ഒരു വർക്കൗട്ട് ഉണ്ടല്ലോ, സിമ്പിളാണെന്ന് വെച്ചിട്ട് ആദ്യം തന്നെ 40-50 റെപ്പിറ്റേഷൻ സെറ്റ് ചെയ്യരുത്. ഒരു റെപ്പിറ്റേഷൻ സെറ്റ് ചെയ്യുക, അതായത് 20, 25, 15 ഇത്രയും സെറ്റ് ചെയ്യുക. അതിനുശേഷം 4 സെറ്റോളം ചെയ്യാൻ നോക്കുക. അതായത് എല്ലാ സെറ്റിലും നിങ്ങൾ സെറ്റ് ചെയ്യുന്ന റെപ്പിറ്റേഷൻസ് ഉണ്ടല്ലോ, അത് എല്ലാ സെറ്റിലും ഒരേപോലെ ചെയ്യാൻ നോക്കാം. അല്ലാണ്ട് ഫസ്റ്റ് സെറ്റിൽ 20 എടുത്തു, പിന്നെ 10 എടുത്തു, പിന്നെ 5 എടുത്തു, അങ്ങനെ ചെയ്യാൻ നോക്കരുത്. ഞാനിതിനെ നോർമലി 40 റെപ്പിറ്റേഷൻസ് 4 സെറ്റാണ് പെർഫോം ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ സ്ട്രെങ്ത് ആൻഡ് സ്റ്റാമിനക്ക് അനുസരിച്ച് റെപ്പിറ്റേഷൻ സെറ്റ് ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് കാഫിന് വേണ്ടിയുള്ള വർക്കൗട്ടാണ്. സോ ഇതെങ്ങനെ പെർഫോം ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഗൈസ്, ഈ ഒരു വർക്കൗട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. നിങ്ങളാരും ഇത് കുറച്ചൊരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കാല് സ്ലിപ്പായാൽ എന്നൊന്നും ചെയ്യാനില്ല. നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾ സ്റ്റെപ്പ് വെച്ചിട്ട് ചെയ്യാം. തീർച്ചയായും ഇവിടെ നിന്ന് ആരും ചെയ്യാൻ പാടില്ല. അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നതിനോട് ഞാൻ നോർമലി ഞാൻ ചെയ്യുന്നത് സ്റ്റെപ്പിൽ നിന്ന് തന്നെയാണ്, വീട്ടിനുള്ളിൽ തന്നെയാണ്. അവിടെ കറക്റ്റ് ലൈറ്റിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് കാണിച്ചു തരാത്തത്. ഞാൻ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലേസ് സെലക്ട് ചെയ്തത്. സോ ഇത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, കംപ്ലീറ്റ് ആയിട്ട് താഴോട്ട് പോവാം, കംപ്ലീറ്റ് ആയിട്ട് മേലോട്ട് വരാം, താഴോട്ട് പോവാം, മേലോട്ട് വരാം. ഒരു ബിഗിനർ ആണെങ്കിൽ ഈ ഒരു വെയിറ്റ് ഒന്നും ആഡ് ചെയ്യേണ്ട, ബോഡി വെയിറ്റിൽ മേൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ വർക്കൗട്ട്. സോ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. ഞാനിതിന് നോർമലി 40 റെപ്പിറ്റേഷൻ 4 സെറ്റാണ് പെർഫോം ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് സ്റ്റാമിനക്ക് അനുസരിച്ചിട്ട് റെപ്പിറ്റേഷൻ സെറ്റ് ചെയ്യാം. ഇതേ വർക്കൗട്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ട് ചെയ്യാം, ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ലാസ്റ്റ് സെറ്റ് നിങ്ങൾക്ക് ഈ ഒരു വേരിയേഷനിൽ കൂടി ട്രൈ ചെയ്ത് നോക്കാം. അത് കൈ കാല് കുറച്ച് ഡൗൺ ആവാം. ശേഷം ഗൈസ്, ഞാൻ ഈ ഒരു വർക്കൗട്ട് എൻ്റെ ലാസ്റ്റ് സെറ്റിലാണ് ആഡ് ചെയ്യാറ്. നിങ്ങൾക്കും കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, ചെയ്ത ശീലമുണ്ട്, ബോഡി വെയിറ്റ് എക്സസൈസ് ഒക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു വേരിയേഷൻ തീർച്ചയായും ട്രൈ ചെയ്യാം. നിങ്ങൾ പക്ക ബിഗിനർ ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞ്, അതായത് ചെയ്തൊക്കെ ശീലം വന്ന് കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയതിനു ശേഷം ഒന്നും കൂടി ചെയ്യാം.
ഗൈസ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിൻ്റെ കൂടെ തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. സോ ഇനി വരാൻ പോകുന്ന വീഡിയോക്ക് കാത്തിക്കുക. അതുവരെയും കീപ്പ് ഇറ്റ് ജോഷായി.